പവർ കട്ടില്ലാത്ത 10 വർഷം. എന്ത് രസമാണ് കേൾക്കാനല്ലേ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, LDF സർക്കാരാണ്. അവരുടെ ഇലക്ഷൻ സമയത്തെ ക്യാമ്പയിൻ തന്നെ എങ്ങനെയായിരുന്നു? പവർ കട്ട് എന്നാൽ എന്താണമ്മേ? പി രാജീവ് എന്ന മന്ത്രി സംസാരിച്ചത് 10 കൊല്ലമായിട്ട് പവർ കട്ട് എന്താ എന്നുള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇന്ന് ആ വിദ്യാർത്ഥികളോട് എന്താണ് മോളെ പവർ കട്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് അമ്മയെ പവർ കട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ വിദ്യാർത്ഥികൾ പറയും, രാത്രി 11 മണിക്കും 11:30ക്കും തുടങ്ങി 20 മിനിറ്റ് വന്ന് 10 മിനിറ്റ് കട്ട് ചെയ്ത് പിന്നെയും 20 മിനിറ്റ് പോയി പിന്നെയും 10 മിനിറ്റ് വന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് ഇപ്പൊ അവർ ഒരു ഉളുപ്പുമില്ലാതെ പറയും. കാരണം എന്താണെന്നോ, ഇത്രയും നാളായിട്ടും ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു പവർ കട്ട് പോലും ഇല്ലാതിരുന്ന ഈ പ്രബുദ്ധ കേരളത്തില് ഇപ്പൊ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് പവർ കട്ടാണ്. 11 മണിക്ക് തുടങ്ങും ഈ ഒരു വിരോധാഭാസം. ചിലപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോകും. പിന്നെ പോയിട്ട് വരുന്നതാണെങ്കിലോ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ KSEBക്കാർ എടുക്കുകയില്ല. എടുത്തു കഴിഞ്ഞാൽ തന്നെ പറയുന്നതോ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. എന്ത് നിസ്സാരമായിട്ടുള്ള ലാഘവത്തോടുകൂടിയാണ് ഇവർ സംസാരിക്കുന്നത്. ആദ്യമേ നമുക്ക് രാജീവിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. ഇവിടെ നേരത്തെ പറഞ്ഞൊരു ഭാഗം ഇപ്പൊ വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇപ്പൊ കേരളത്തിൽ ഒരു 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് 10അല്ല, ഒരു 15-16 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും പവർ കട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവർ കട്ട്, ലോഡ് ഷെഡിങ് ഈ 2 പദങ്ങൾ കേരളത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന മാറ്റം വൈദ്യുതി ഉൽപാദന രംഗത്തുണ്ടായി സാർ. എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇവിടെ തന്നെ പറഞ്ഞോ. കേട്ടല്ലോ എന്താണ് പവർ കട്ട് എന്ന് ഇനി രാജീവ് എക്സ്പ്ലെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട. ഇപ്പോഴുള്ള പിള്ളേർക്ക് എന്താണ് പവർ കട്ട് എന്ന് നല്ലോണം മനസ്സിലായി. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞ ഉഷ്ണതരംഗത്തിലെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാലമാണ്. ആ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ രാത്രി 11 മണിക്കും 11:30ക്കും കറണ്ട് പോയിട്ട് എപ്പോഴാണ് കറണ്ട് വന്നേന്ന് പോലും അറിയത്തില്ല. അതിന്റെ ഒപ്പം തന്നെ പണ്ടൊക്കെ നമുക്ക് ജനലും വാതിലുകളും തുറന്നിടാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ജനലും വാതിലും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ്? പണ്ടൊക്കെ കള്ളന്മാരുടെ ശല്യമായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ പാമ്പിന്റെ ശല്യമാണ്. പാമ്പിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് എഴുതി പോവുകയല്ലല്ലോ. പിള്ളേരെ കൊത്തുകയും വീട്ടുകാരെ കൊത്തുകയൊക്കെ ചെയ്യും. അത് കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാവിധം ചികിത്സിക്കാനായിട്ട് ചികിത്സ തേടേണ്ട സ്ഥലം പോലും, അതായത് പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ആന്റിവെനം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ ആന്റിവെനം കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് പോലും ഇന്ന് വിരലിൽ എണ്ണാവുന്നതാണ്. നമ്പർ 1 ആരോഗ്യ കേരളമാണ്. എന്നാൽ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ചില കാര്യങ്ങളെല്ലാം ബിഗ് സീറോയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങളെയാണ് പാമ്പ് കടിയേറ്റത്. അതിൽ ഒരു കുഞ്ഞ് തൽക്ഷണം മരിച്ചു. കാരണം യഥാവിധം ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞാണെങ്കിലും മരണത്തോട് മല്ലിടുകയാണ്. ഇപ്പോൾ നേരിയ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ ഇടയിലാണ് വളരെ നൊമ്പരപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും എന്നൊരു സംഭവം 2 ദിവസം മുന്നേ ഉണ്ടാവുന്നത്. ദീഷില് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ചിറയൻ കീഴില് ദീഷിൽ എന്നൊരു കുഞ്ഞിനെ, ആ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് ഞെട്ടി എഴുന്നേറ്റെന്ന് അറിയോ? കുഞ്ഞിന്റെ കാലില് എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. അമ്മയാണ് അടുത്തുണ്ടായിരുന്നത്. അമ്മ ചോദിച്ചു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 2ആയിട്ട് കാഴ്ചകൾ കാണുന്നു, തല കറങ്ങുന്നു എന്നാണ് കുഞ്ഞ് അമ്മയോട് പറഞ്ഞ മറുപടി. അമ്മയോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അതും പറഞ്ഞത് പോരാനിട്ട് അച്ഛൻ ഉടനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചിറയൻ കീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും നമ്മുടെ യഥാവിധം ചികിത്സിക്കേണ്ട ആളുകൾ കുഞ്ഞിനെ കളിയാക്കുകയാണ് ചെയ്തത്. തോന്നലായിരിക്കും എന്നൊരു ലാഘവത്തോടെ അങ്ങ് ചിരിച്ചു തള്ളി. മാത്രമല്ല കുഞ്ഞ് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് 2ആയിട്ട് കാണുന്നു, തല കറങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുഞ്ഞിന് ചികിത്സ കൊടുക്കാൻ അവർ നോക്കി. എന്ത് ചികിത്സയാണ്? അപ്പോഴും ആന്റിവെനം അവിടെ കൊടുക്കാൻ പറ്റുകയില്ല. പാമ്പ് കടി ഏറ്റു എന്ന് പറഞ്ഞ കുഞ്ഞിന് ആന്റിവെനം കൊടുക്കാനല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വല്ല മന്ത്രവാദം ഇവർക്കുണ്ടോ? അറിയില്ലല്ലോ. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് യഥാവിധം അറിയേണ്ടവർ തന്നെ അത് കൊടുക്കാനില്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതെവിടെയാണ് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി ആ സ്ഥലത്തേക്ക് റെഫർ ചെയ്ത് വിടണം. അല്ലാതെ പിന്നെയും നിങ്ങൾക്ക് കൊച്ചു വർത്തമാനം നടത്തി കുഞ്ഞിനോട് കളിപ്പിച്ചും ചിരിപ്പിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കളിപ്പിച്ചും ചിരിപ്പിച്ചിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതും. ആർക്ക് പോയി? നിങ്ങൾക്ക് വല്ലയിടത്തും പോയോ? നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവിടെ ഇല്ലാണ്ടായത് ഒരു കുഞ്ഞിന്റെ ജീവനാണ്.
പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്കറിയാം, പേടിച്ചു കഴിഞ്ഞാൽ എല്ലാ ശരീര ഭാഗങ്ങളിലേക്കും ആ വിഷം സ്പ്രെഡ് ആകുമെന്നറിയാം. കുഞ്ഞാണ്, അതിന്റെ ഒപ്പം തന്നെ നീഡില് കയ്യിൽ കുത്തി കയറ്റുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആ നീഡില് കണ്ട് കുഞ്ഞ് ഒരുപാട് പേടിച്ചു പോയി. അതും ഈ വിഷം സ്പ്രെഡ് ആവാനായിട്ട് കാരണമാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള വിവരം പുറത്തു വന്നത് കുഞ്ഞിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ്. ആ വാർത്ത നമുക്ക് കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക്. ഏറ്റവും സങ്കടകരമായ കാര്യം ദിഷലിന് പാമ്പുകടി ഏൽക്കാനുണ്ടായ സാഹചര്യമാണ്. അച്ഛനൊരു തൊഴിലാളിയാണ്. കുടികിടപ്പ് കെട്ടി 5 സെന്റ് സ്ഥലത്തിൽ ഒരു അടച്ചുറപ്പ് പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ ആസ്പെറ്റോ ഷീറ്റിന് കീഴിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിലത്തിറങ്ങി കിടന്ന ഒരു കുഞ്ഞിനെയാണ് മൂർഖൻ പാമ്പ് കടിച്ചത്. മൂർഖൻ പാമ്പിന് വന്ന് ഇഴഞ്ഞ് ഒളിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനൊരു വീടെന്ന് പറയാൻ കഴിയില്ല, ഒരു മുറി മാത്രമാണ്. നമ്മൾ അതിദാരിദ്ര്യമുക്ത കേരളമെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് പ്രചരണം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പും കേട്ടല്ലോ, ഇതാണ് വാർത്ത. കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യഥാവിധം ചികിത്സ കൊടുത്തില്ല. ആ ഒരു ചികിത്സ കൊടുക്കാത്തതിനെയാണ് ഇവർ വലിയ രീതിയിൽ വിശേഷിപ്പിച്ചത്. അതായത് നീഡിൽ കൊടുത്തായിരുന്നു, പക്ഷെ നീഡിൽ കുത്തി കയറ്റിയപ്പോൾ കുഞ്ഞ് പേടിച്ച് സ്പ്രെഡ് ആയതുകൊണ്ടാണ് മരണ കാരണമെന്നാണ് കൊടുത്തത്. എന്നാൽ കുഞ്ഞിന് യഥാവിധം കൊടുക്കേണ്ട യാതൊരു ചികിത്സയും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആ ചിറയും കീഴ് താലൂക്ക് ഹോസ്പിറ്റലിന് ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു ചികിത്സാ പിഴവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എവിടെയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിന്? എത്ര സംഭവമാണ്. നമുക്ക് ഉഷ ജോസഫിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ദീഷിൽ ഒരു കുഞ്ഞു പയ്യന്റെ ജീവൻ നഷ്ടമായതാണ്. ഇതെല്ലാം കേരളത്തിലെ ഓരോ ഹോസ്പിറ്റൽസിന്റെ വക ദാനമാണോ? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കേരളത്തിലെ ഓരോ ഹോസ്പിറ്റൽസിന് എന്താണ് ധർമ്മം? കാരണം തന്റെ മുന്നിൽ വരുന്ന ഒരു രോഗിയുടെ ജീവൻ എടുക്കുക എന്ന ലക്ഷ്യമാണോ, അതോ അവരെ നരകയാതന അനുഭവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇപ്പോഴുള്ള സർക്കാർ ഹോസ്പിറ്റലുകളെല്ലാം പ്രവർത്തിക്കുന്നത്? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം രാത്രി 5:30 ജനലും വാതിലും തുറന്നിട്ട് കഴിഞ്ഞാൽ പാമ്പുകടിയേക്കും. പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള ചികിത്സ എല്ലായിടത്തും ലഭ്യമല്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ KSEBയുടെ അഭാവം. കാരണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ KSEBയുടെ പ്രശ്നം. കാരണം KSEB ഇന്നലെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയും 20 മിനിറ്റ് കഴിഞ്ഞാൽ വരുന്നു പറയും. ഇന്ന് രാവിലെ പ്രഥമ മാധ്യമങ്ങളിലെല്ലാം അത് വാർത്തയായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി 11 മണിക്ക് ഒരു ഉന്നതതല യോഗം വിളിച്ചു. ആ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അപ്രഖ്യാപിത പവർ കട്ടൊന്നല്ല, ഇത് പീക്ക് ലെവൽ മെയിൻ്റനൻസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇത് പീക്ക് ലെവൽ മെയിൻ്റനൻസ് ആയാലും പവർ കട്ട് ആയി കഴിഞ്ഞാലും നേരത്തെ നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ പവർ കട്ട് രാത്രി 10 മണി വരെയായിരുന്നു പവർ കട്ടിന്റെ സമയം. 10 മണി കഴിഞ്ഞിട്ട് പവർ കട്ട് നടത്താനുള്ള അധികാരം സർക്കാരിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 10 വർഷത്തെ പവർ കട്ട് ഇല്ലായ്മ എന്ന ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിൻ നടത്തുന്ന നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം 10 വർഷത്തെ പവർ കട്ട് ഇല്ല എന്ന് പരസ്യമായിട്ട് പറയുമ്പോഴും ഇപ്പോൾ നിങ്ങൾ നടത്തുന്നത് 10 വർഷത്തെ ആ പവർ കട്ടിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കാട്ടായമല്ലേ കാണിക്കുന്നേ. ഏപ്രിൽ 9 തീയതി വരെ രാത്രി 11 മണിക്ക് ശേഷം പവർ കട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണ്? അതായത് ഈ 3 ദിവസങ്ങളിൽ അടുപ്പിച്ച് എന്താണ് പവർ കട്ടിന് സംഭവിച്ചത്? അപ്പോൾ പറയും 6 മണി മുതൽ 10 മണി വരെ മാക്സിമം കറന്റ് ഉപയോഗം കുറയ്ക്കുക എന്നാണ് പറയുന്നത്. ഈ 6 മണി മുതൽ 10 മണി വരെ മാത്രമല്ലല്ലോ നിങ്ങൾ കറന്റ് ഊരുന്നത്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ വെളുപ്പിന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നിയ സമയത്തെല്ലാം നിങ്ങൾ 20 മിനിറ്റ് പവർ കട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് KSEBയെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയില്ല. ഇത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. അമ്പലപ്പുഴയില് പവർ കട്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള പ്രദേശവാസികൾ അമ്പലപ്പുഴ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കണ്ടായിരുന്നോ? അതുപോലത്തെ ചൂടാ, പകലും ഇല്ല കറണ്ട്. അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ജോലിക്കാർ 3 പേരേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങളവിടെ ഒരുപാട് പേര്, ഞങ്ങളെപ്പോലെ ഒരുപാട് പേര്, പിന്നെ കുട്ടികളുമായിട്ട് ഒരുപാട് ഫാമിലികൾ അവിടെ വന്ന് കുട്ടികളായിട്ട് ഒരു ആൾക്കാർ വന്ന് അതിനകത്ത് കയറിയിരുന്ന് ഫാനിട്ടിരുന്നവരുണ്ട്, ഒരുപാട് പേര് കിടന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് സമരം ചെയ്തു. കാര്യം അന്നേരം അവർ പറയും ലോഡ് കൂടില്ല എന്നാണ് പറയുന്നത്. അവിടെ തൊഴിലാളികളില്ലെന്നാണ് പറയുന്നത്. KSEB ജീവനക്കാരില്ല, 2-3 പേരെ മൊത്തം ഉള്ളെന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാത്തൊരു മോനുള്ളത് ഇപ്പോൾ കിടന്ന് ഉറങ്ങുക. അത് നോക്കിക്കുക നിങ്ങൾ. ഇന്നലെ 4 മണി പോയിട്ട് നേരം വെളുത്തോട്ടും വന്നിട്ടില്ല. ഇപ്പോഴാർക്കെ കറണ്ട് ഞങ്ങൾക്ക് വന്നത്. പഠിക്കാൻ പോകേണ്ട പിള്ളേരെ ഈ റോഡ് നീളെ നടക്കുമായിരുന്നു. നേരം വെളുത്ത് വയ്യോളം എത്ര ദിവസം കൊണ്ട് കറണ്ട് പോവുക? ഞങ്ങൾ അതെല്ലാം തരണം ചെയ്ത് പോവുക. പക്ഷെ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇവിടെ മാത്രമല്ല, നമ്മുടെ നീർക്കുന്നം ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പുറക്കാട് ഭാഗങ്ങളിൽ ഇവിടെയും കറണ്ട് ഇല്ലായിരുന്നു. കരിമാടി കഞ്ഞിപ്പാട് ആ ഭാഗത്തൊന്നുമില്ല. കരിമാടിയിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, കഞ്ഞിപ്പാടത്തുള്ളവരുണ്ടായിരുന്നു. നമ്മുടെ ഈ അമ്പലപ്പുഴ കിഴക്കുവശം എവിടെയില്ല, ഫുള്ള് അമ്പലപ്പുഴ. എനിക്കൊന്ന് അമ്പലപ്പുഴ ഇങ്ങനെ
എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്? കാരണം ഉഷ്ണ സമയമാണ്, എങ്ങനെയാണ് കിടന്നുറങ്ങുക? ഇതൊന്നും നിങ്ങൾക്കറിയില്ല. കാരണം ഇവിടുത്തെ മന്ത്രിമാർക്കും അതായത് ബാക്കിയുള്ള സമ്പന്നർമാർക്കും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതെല്ലാം വലയ്ക്കുന്നത്, ഈ തീരുമാനങ്ങളെല്ലാം വലയ്ക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങളിലാണ്. ജനങ്ങൾക്കാണ് ഇതിന് ബുദ്ധിമുട്ട് മൊത്തം ഉണ്ടാകുന്നത്. പണ്ടൊക്കെ CPM പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പാർട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ CPM പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ സമൂഹത്തിലെ സമ്പന്നരാണ് അവരുടെ കണ്ണിലെ പാവപ്പെട്ടവർ. ഇന്നത്തെ പാവപ്പെട്ടവരാണ് അവരുടെ കണ്ണിലെ ഒന്നുമല്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒന്നുമല്ലാത്തവർക്ക് വേണ്ടി അവർ ഒന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും K. രാജീവിന് ഉറക്കെ പറയാൻ പറ്റുമോ പവർ കട്ട് ഇല്ലാത്ത 10 വർഷമാണ്, പിള്ളേർക്ക് പവർ കട്ടിന്റെ അർത്ഥം പോലും അറിയില്ല എന്ന് ഇപ്പോഴും P. രാജീവിന് ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം അനുഭവിച്ചു. ഈ 3 ദിവസമായിട്ട് 11 മണിക്കും 11:30ക്കും കറണ്ട് പോയി കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് വരും, ഇടയ്ക്ക് പോകും, അതിൻ്റെ ഇടയ്ക്ക് വന്നു മുഖം കാണിച്ചും പോകും. യഥാർത്ഥത്തിൽ രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റുകയില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങും? കുഞ്ഞുങ്ങളുള്ള വീട്ടിലും പ്രായമായ ആളുകളുള്ള വീട്ടിലും ഒരേപോലെ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ചൂട് ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ വല്ല അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ജനങ്ങളെ വലയ്ക്കാനല്ല നോക്കണ്ടേ. ഈ എന്താണെങ്കിലും ജനങ്ങൾ April 9 വിധി എഴുതിയിട്ടുണ്ട്. ഇനി 3.0 അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും എന്താണ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ UDF പറയുന്ന ഒരു വാചകമുണ്ട്, ഇനിയും ഇങ്ങനെ പവർ കട്ട് തുടരുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത മുഖ്യമന്ത്രി നിങ്ങളിൽ ഒരാളായിരിക്കുമെന്ന്. കസേരകളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു തീരുമാനമാകാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് കരകയറ്റാൻ പോകുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും വൈദ്യുതി ഇവിടെ ഉത്പാദനം ഇപ്പോൾ നടക്കുന്നില്ല, കുറച്ച് നാളുകളായിട്ട് നടക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വൈദ്യുതി ഇതിന് വേണ്ടിയിട്ട് പുറമേ നിന്ന് വാങ്ങിക്കാനുള്ള പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളായത്, അതായത് സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് കിടന്ന് പറയുന്ന കുറെ ആളുകൾ സതീശനായിട്ട് സ്വപ്നവും കണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് സതീശൻ തന്നെ, VD സതീശൻ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇനി കേരളത്തിൽ പവർ കട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കും, പ്രതികരിക്കും, പ്രതിഷേധിക്കും എന്നത്. ഈ മെയ് 4-ാം തീയതി ശേഷം രാത്രി 11 മണിക്കും 11:30ക്കും അധികാരം മാറി നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ജനങ്ങൾ പ്രതിഷേധിച്ചോളും. കാരണം ജനങ്ങൾ ഇപ്പോൾ പ്രതികരണ ശേഷി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അധികാരത്തിലുള്ളവരും അധികാരത്തിൽ കയറാൻ പോകുന്നവരും ദൈവത്തെ ഓർത്ത് ജനങ്ങളെ ഇങ്ങനെ വലപ്പിക്കാതിരിക്കുക.